ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മോണിറ്റൈസേഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസേഷൻ ആയി, എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ എന്നെ പോലെ തന്നെ വളർന്നു വരുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും എനിക്കറിയാവുന്ന രീതിയിൽ അതൊക്കെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ലേ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ യൂട്യൂബ് ചാനലാണ്, ചെറുതായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ചാനലാണ്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബിലേക്ക് വന്നിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാതും തന്നെ ഞാൻ ബുക്കിലായിട്ട് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് വായിച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു Q&A ഒക്കെ പോലെ നമുക്ക് വീഡിയോയ്ക്ക് കിടന്നാലോ. ഒരുപാട് പേര്, കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ചേച്ചി ഷോർട്സ് മാത്രം ഇട്ടിട്ട് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷോർട്സ് മാത്രം ഇട്ടിട്ട് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവും. അതിന് വേണ്ടിയിട്ട് 10 മില്യൺ വ്യൂസാണ് നമുക്ക് വേണ്ടത്. 3 മാസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസ് ഷോർട്സിന് കിട്ടണം. എന്നാലാണ് ഷോർട്സ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ. എൻ്റെ ഒരു കസിൻ ഇതുപോലെ ഉണ്ട്, ആൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, 5 വർഷമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ആള് ഇങ്ങനെ ഷോർട്സുകളാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്, ഈ ഷോർട്സുകളാണ്. ആളുടെ മോൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളാണ് ഷോർട്സ് ആയിട്ട് ഇടുന്നത്. അങ്ങനെ ഒരു വീഡിയോ വൈറലായി 10 മില്യൺ എബോവ് 10 മില്യൺ വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോണിറ്റൈസേഷനായി. അപ്പോൾ ഷോർട്സ് മാത്രം ഇട്ടിട്ടും മോണിറ്റൈസ് ആവും. കൂടുതൽ ആൾക്കാരും ഈ വീഡിയോസ് ഇട്ടിട്ട് അതിൽ നിന്ന് അവർ കയറിയിട്ട് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യാറ്. ഇത് ഭയങ്കര റെയറായിട്ടാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അപ്പം അങ്ങനെ ഇപ്പോൾ ഷോർട്സ് ഇട്ടാലും മോണിറ്റൈസ് ആവും. പിന്നെ ഇതിൻ്റെ കണ്ടീഷൻസ് അറിയാത്ത ഒരുപാട് പേരുണ്ട്. മെയിൻ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സും വീഡിയോസിൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും ഷോർട്സിൽ 3 മാസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസും കിട്ടണം. അതാണ് മോണിറ്റൈസേഷനുള്ള കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കൂട്ടാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സുകൾ ഇടുക. ഞാനൊക്കെ ചാനൽ തുടങ്ങിയ സമയത്ത് ഡെയിലി 2 ഷോർട്സ്, അതായത് 2 ഷോർട്സ് അതൊക്കെയാണ് ഇട്ടിരുന്നത്. വീഡിയോസ് ഇടൽ വളരെ കുറവായിരുന്നു. ഷോർട്സുകളാണ് ഞാൻ ഒരുപാട് ഇട്ടിരുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല എങ്കിൽ, ഒരു 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതിനു ശേഷമാണ് നമുക്ക് വീഡിയോസ് ഇട്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ വീഡിയോസ് ഒരു 1000 ആയതിനു ശേഷം നമുക്ക് ഇട്ട് തുടങ്ങാം. അതിനു മുന്നേ നമ്മൾ ഡെയിലി ഒരു 2 ഷോർട്സ് വെച്ചിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ കൂട്ടാൻ പറ്റും. അങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ലോങ് വീഡിയോസും കൂട്ടത്തിൽ ഷോർട്സും ഇടണം കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് പോവാം. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് ആ ഒരു വഴിക്കാണ് കിട്ടാൻ പറ്റുക. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്ന കാര്യമാണ്, ഞാൻ ആദ്യം തുടക്കത്തിൽ ഷോർട്സാണ് ഇട്ടിരുന്നത്. പിന്നെ 1 മാസത്തെ ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 1 മാസം വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ഷോർട്സിന് നല്ല വ്യൂസും ഉണ്ടായിരുന്നു. പിന്നെ ആ 1 മാസത്തെ ബ്രേക്കിന് ശേഷം പിന്നീട് വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് വ്യൂസ് കുറഞ്ഞു. മഴ വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഭയങ്കരമായിട്ട് വ്യൂസ് കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല വ്യൂസ് കിട്ടുക. പിന്നെ ഇടയ്ക്ക് നമ്മൾ നിർത്തി പിന്നെ ഇടുമ്പോൾ വ്യൂസ് കുറയണതായിട്ട് അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടേ തന്നെ ഇരിക്കണം. ഇത് കുറേ നാൾ കഴിഞ്ഞിട്ടിട്ട് കാര്യമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം, അതിലൊരു ഗ്യാപ്പ് വരുത്താൻ പാടില്ല. അത് വീഡിയോസ് ഇടുമ്പോൾ, ലോങ് വീഡിയോസ് ഇടുമ്പോഴായാലും ഷോർട്ട് വീഡിയോസ് ഇടുമ്പോഴായാലും ടാഗാണോ ഡിസ്ക്രിപ്ഷനാണോ കൊടുക്കാറെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രണ്ടും കൊടുക്കാറുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ #ടാഗ് വെച്ചിട്ട് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ടാഗിലും അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വയ്ക്കാറുണ്ട്. അങ്ങനെ പിന്നെ ലോങ് വീഡിയോസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലോങ് വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ആദ്യം ലോങ് വീഡിയോസൊക്കെ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുപോലെ തന്നെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യുക, അങ്ങനെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പോൾ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ്, നമ്മൾ ലോങ് വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ സെയിം കണ്ടൻറ്റ് വെച്ചിട്ട് വീഡിയോസ് ഇട്ടാൽ ഏറ്റവും കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക യൂട്യൂബിൽ, നമ്മൾ ഇടാൻ പോണ കണ്ടൻറ്റ് വെച്ചിട്ട് വീഡിയോ ഇട്ട വേറൊരു ചാനലിൽ
ചാനലിൻ്റെ വീഡിയോ എടുത്ത് നോക്കുക. അതിൽ അവരുടെ ഡിസ്ക്രിപ്ഷനിലും ടാഗിലൊക്കെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കണമെന്ന് നമ്മൾ നോക്കാം. അത് വെച്ചിട്ട് നമ്മൾ ആ സെയിം സാധനങ്ങൾ, നല്ല വ്യൂസ് കിട്ടിയ വീഡിയോ എടുക്കുക, അതേ സെയിം സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ ഇതിൽ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം പോലെ വ്യൂസും കാര്യങ്ങളൊക്കെ കയറുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ നല്ല തമ്പനെയിൽ കൊടുക്കുക. തമ്പനെയിൽ കുറച്ച് അട്രാക്ട് ചെയ്യണ തരത്തിലുള്ള തമ്പനെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ അതൊക്കെ കൊടുക്കുക. പിന്നെ കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ്, തമ്പനെയിൽ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണത് ഏത് ആപ്പാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊരു പിക്സൽ ലാബ് എന്ന് പറഞ്ഞൊരു ആപ്പും അതുപോലെ തന്നെ പിക്സാർട്ടാണ് യൂസ് ചെയ്യണത്. പിക്സൽ ലാബിൽ അധികം കുറേ ആയിട്ടുള്ളൊരു ഫെസിലിറ്റീസും കാര്യങ്ങളും അതിൻ്റെ അകത്തില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പിക്സാർട്ടിലേക്ക് മാറിയത്. അപ്പോൾ രണ്ടും യൂസ് ചെയ്തിട്ടാണ് ഞാൻ രണ്ട് യൂസ് ചെയ്തിട്ടാണ് തമ്പനെയിൽസ് ക്രിയേറ്റ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ തമ്പനെയിൽ ഏകദേശം തമ്പനെയിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിച്ച് വരുന്നു. നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളതിൽ എക്സ്പേർട്ട് ആവും. അങ്ങനെയാണ് ഞാനും സെറ്റായിട്ട് വരുന്നത്. നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് തന്നെയാണ് തമ്പനെയിൽസ് ക്രിയേറ്റ് ചെയ്യലും ആ വീഡിയോസ് ഇടലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരാൾ ചോദിച്ച ചോദ്യമല്ല, ആൾ പറയുന്നത് ആൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന്. നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള കാര്യം നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാൻ പാടില്ല. നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയാനായിട്ട് കൂടുതൽ നമ്മൾ ശ്രമിക്കണം. യൂട്യൂബ് ഇന്ന് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടല്ലോ. നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, എങ്ങനെയാണ് ഒരു ചാനൽ തുടങ്ങേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യണം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ ചെയ്യണം. അതിന് നമ്മൾ മടി വിചാരിച്ചിരിക്കാൻ പാടില്ല. എന്തായാലും നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യണം. അതാണ് എന്തെങ്കിലും വിജയിക്കുക അതുപോലെ തോക്കുക എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടത്തോടു കൂടി ചെയ്യാം, അതന്നെ. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നല്ല ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ പതുക്കെയാണ് വ്യൂസും കയറി അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി വരുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കണം. വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനും സബ്സ്ക്രൈബേഴ്സ് കൂടാനും വ്യൂസ് കൂടാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ല ക്ഷമയോടെ കാത്തിരിക്കണം. എന്നാലേ ഇങ്ങനെ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ക്ഷമ വേണം. വീഡിയോസൊക്കെ ഏതിൽ എഡിറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യണത്. ഇൻഷോട്ടിൽ അധികം കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചു വന്നിട്ടില്ല. നോർമലായിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഇടാനായിട്ട് ഇപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷോട്ടിലാണ് ഞാൻ വേറെ കുറേ ആപ്പുകൾ, വീഡിയോ ഗുരു അങ്ങനത്തെ ആപ്പുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇൻഷോട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് കേട്ടോ. കൈമാസ്റ്ററൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതങ്ങോട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഷോട്ടാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയേക്കണത്. പിന്നെ മോണിറ്റൈസേഷൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസേഷൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതല്ല. അത് നമ്മൾ സ്ക്രീനിലൊക്കെ കാണിച്ച് എന്നാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ മോണിറ്റൈസേഷൻ്റെ സ്റ്റെപ്പ്. ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് ഒരു പിൻ നമ്പർ കിട്ടും. അതെപ്പോഴാണ് കിട്ടണമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയതിന് ശേഷം $10 കയറി കഴിഞ്ഞാലാണ്, $10 നമ്മുടെ YT സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഒരു മെയിൽ വരും. മെയിൽ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് ഒന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടൊരു മെയിൽ വരും. ആ വെരിഫൈ ചെയ്ത് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തിനുള്ളിൽ നമുക്ക് പിൻ നമ്പർ ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് പിൻ നമ്പർ വരും. പിന്നെയാണ് നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അതായത് ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടത്. എന്നോട് കുറേ പേര് റവന്യൂ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് റവന്യൂ കിട്ടിയിട്ടില്ല. എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചത്തോളം 3-3.5 ആഴ്ചത്തോളമാണ് ആഴ്ചയാണ് ആയിട്ടുള്ളത്. അപ്പം കിട്ടാനായിട്ട് നമുക്ക് $100 കയറി കഴിഞ്ഞാലാണ് നമുക്ക് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുള്ളൂ. $100 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഇതുവരെ റവന്യൂ വന്നിട്ടില്ല കേട്ടോ. 3 ആഴ്ച ആയിട്ടുള്ളൂ. പിന്നെ ഡോളർ എങ്ങനെയാണ് കയറി തുടങ്ങണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം ശേഷം ഉള്ള വ്യൂസിനാണ് വ്യൂസിൻ്റെ ബേസിലാണ് ഡോളർ കയറി തുടങ്ങുന്നത്. ഓക്കെ, ഡോളർ കയറാനായിട്ട് ഷോർട്സ് ആണോ ഇടേണ്ടത് വീഡിയോസ് ആണോ ഇടേണ്ടത്? ഡോളർ കയറാൻ വേണ്ടിയിട്ട് രണ്ടും ഇടണം. അതായത് മെയിനായിട്ടും ഷോർട്സിൽ നിന്ന് $1 കയറും, ലോങ് വീഡിയോസിൽ നിന്നും കയറും. പക്ഷെ കൂടുതലായിട്ടും ലോങ് വീഡിയോസിൽ നിന്നാണ് കയറുന്നത്.
അതുപോലെ ഷോർട്സിൽ നിന്ന് കയറും, പക്ഷെ കൂടുതലായിട്ടും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക ഷോർട്സ്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് തരുന്നത് എന്ന് ഞാൻ ഏകദേശം പറയാം. 1K വ്യൂസ്, വീഡിയോയ്ക്ക് 1K വ്യൂസൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ 1K വ്യൂസിന് $1.60 യൂട്യൂബ് നമുക്ക് തരുന്നത്. അത് നമ്മുടെ വീഡിയോസ് അനുസരിച്ച് ചിലപ്പോൾ വാരി ചെയ്തെന്നിരിക്കാം. ഏകദേശം ഇത്രയൊക്കെയാണ് യൂട്യൂബ് തരുക. അങ്ങനെ കുറേ പേര് അങ്ങനെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മോണിറ്റൈസേഷൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അത് ഷോർട്സ് ആക്കിയിട്ടൊക്കെ ചെയ്യാനായിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഷോർട്സിൽ ഒതുങ്ങണതല്ല അത്യാവശ്യം ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു വട്ടമാണ് മോണിറ്റൈസേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് എന്താ പറയുക, ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവാൻ പോകില്ല. നമുക്കിങ്ങനെ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഓരോ സ്റ്റെപ്പ് വൈസ് സ്റ്റെപ്പ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതുപോലെ തന്നെ ഗ്രോ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ റിട്ടേൺ കിട്ടുന്നതൊക്കെ നമ്മൾ ചെയ്യണത് എന്തായാലും നമുക്ക് എന്തായാലും റിട്ടേൺ കിട്ടും. റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ ഷോർട്സും ലോങ് വീഡിയോസും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക. എന്നെങ്കിലും നമുക്ക് സക്സസ് ആയിട്ട് വരും. അപ്പോൾ ഒരുപാട് പേര് കളിയാക്കാനും കുറ്റം പറയാനും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളതൊന്നും മൈൻഡാക്കണ്ട. നമുക്ക് എന്താണോ ഇഷ്ടം ആ കാര്യം നമ്മൾ ചെയ്യാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഇൻസ്റ്റയിൽ ചോദിച്ചാൽ മതി. അപ്പോൾ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.